എവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS സെൻറ്റർ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കാൻ എത്ര +2 സ്കോർ വേണം എന്നറിയാൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ ഇൻഡെക്സിനും ഏത് റാങ്ക് ആയിരിക്കും, റാങ്ക് ലിസ്റ്റിൽ ഏത് സ്ഥാനമായിരിക്കും ലഭിക്കുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. നിങ്ങൾ അല്പസമയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ വർഷം LBS BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ നടത്തിയ വെബ് പേജാണ്. ഈ ഒരു വെബ് പേജിൽ ഏറ്റവും താഴെയായി കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്നൊരു ലിങ്ക് കാണാം. ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. പിന്നീട് വരുന്ന പേജിൽ കോഴ്സ്, ഇതിൽ പ്രസ് ചെയ്താൽ 13 LBS അഡ്മിഷൻ നടത്തുന്ന നഴ്സിംഗ് ഉൾപ്പെടെ ഉള്ള 13 കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇതിൽ നിന്ന് BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുന്നു. താഴെയായി കോളേജ്, BSc നഴ്സിംഗ് അഡ്മിഷൻ നടത്തുന്ന ഓരോ കോളേജുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പുതിയതായിട്ട് ആരംഭിച്ച 6 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ 15 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളാണുള്ളത്. അതുപോലെ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് ആരംഭിച്ച 7 സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ 128 സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഇതിലുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കോളേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു കോളേജ് സെലക്ട് ചെയ്തു. ആ ഒരു കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണിത്. 40 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകിയിരുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിരുന്ന ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്ലിക്കേഷൻ നമ്പർ, വിദ്യാർത്ഥിയുടെ പേര്, പിന്നെ കോട്ട, ഏത് കോട്ടയിലാണ്, ഏത് വിഭാഗത്തിലാണ് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകിയിരിക്കുന്നത്, പിന്നെ അലോട്ട്മെൻറ്റ്, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ്, കഴിഞ്ഞ വർഷം 10-ലധികം അലോട്ട്മെൻറ്റുകൾ നടത്തിയിരുന്നു, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചത്, അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്കുണ്ടായിരുന്ന ഇൻഡെക്സ് മാർക്ക് എത്രയായിരുന്നു, ഇൻഡെക്സ് മാർക്ക് പ്രകാരം റാങ്ക് ലിസ്റ്റിലെ റാങ്ക് എത്രയായിരുന്നു, അതുപോലെ തന്നെ ഫീ പെയ്ഡ്, എത്ര തുകയാണ് ഫീ പേയ്മെൻറ്റ് നടത്തിയത്. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഓൺലൈനിൽ ഫീ പേയ്മെൻറ്റ് നടത്തണം. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. കൂടാതെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനും സാധിക്കില്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വിദ്യാർത്ഥിയുടെ അപ്ലിക്കേഷൻ നമ്പറും പേരും, അതിനുശേഷം കോട്ട എന്നൊരു കോളമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏത് കോട്ടയിലാണ്? ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് SM എന്നാണ്. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ്, അതായത് വിദ്യാർത്ഥിയുടെ സ്കോർ മാത്രം, +2 സ്കോർ മാത്രം പരിഗണിച്ച് നൽകുന്ന സീറ്റുകളെയാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ. ഒരു റിസർവേഷൻ പരിഗണനയും നൽകാതെ വിദ്യാർത്ഥിയുടെ സ്കോർ, +2 സ്കോർ മാത്രം പരിഗണിച്ച് നൽകുന്ന സീറ്റുകളെയാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളെയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അതിലേറ്റവും താഴോട്ട് വന്ന് നോക്കിയാൽ അവസാനം സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയെ കാണാം. ആ വിദ്യാർത്ഥിക്ക് എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചത്, അതുപോലെ തന്നെ എത്രയായിരുന്നു ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്നത്. ഇൻഡെക്സ് മാർക്ക് എത്രയായിരുന്നു? 290.83 ആയിരുന്നു ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഇൻഡെക്സ്. ആ ഇൻഡെക്സ് പ്രകാരം ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം 4866. അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. കൃത്യമായി അപ്ലിക്കേഷൻ നൽകുന്ന ഏകദേശം 1,00,000-ഓളം വിദ്യാർത്ഥികളൊക്കെ അപ്ലിക്കേഷൻ നൽകാറുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് അതിലുണ്ടായിരുന്ന റാങ്കാണ് 290.83 ഇൻഡെക്സ് ഉണ്ടായപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന റാങ്ക് 4866 ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലെ കാര്യമാണ് ആദ്യം നൽകിയിരിക്കുന്നത്. പിന്നെ നൽകിയിരിക്കുന്ന EZ എന്ന് നിങ്ങൾക്ക് കാണാം. ഇത് ഈഴവ വിഭാഗത്തിൽ, അതായത് ഈഴവ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥിക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അവസാനം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഇൻഡെക്സ് 286.67. ആ വിദ്യാർത്ഥിക്കുണ്ടായിരുന്ന റാങ്ക് 6884 ആയിരുന്നു. പിന്നെ MU മുസ്ലിം വിഭാഗമാണ്.
ആ മുസ്ലിം വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സും റാങ്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഹിന്ദു കാണാം, വിശ്വകർമ്മ കാണാം, വിശ്വകർമ്മ, അതുപോലെ തന്നെ ലാത്തിൻ കത്തോലിക്, SC വിഭാഗം, ST വിഭാഗം, ധീവര വിഭാഗം, ഈ ഓരോ വിഭാഗങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായി നൽകിയിട്ടുള്ള കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിക്കുള്ള ഇൻഡെക്സ് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് +2-വിൽ 2ാം വർഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതിൽ ലഭിച്ച സ്കോറാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് പരിഗണിക്കുന്നത്. അതായത് ഈ ഓരോ സബ്ജക്റ്റുകൾക്കും സെക്കൻഡ് ഇയറിൽ 120 സ്കോറാണ് ഉണ്ടാവുക. 60 മാർക്ക് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിലെ മാർക്ക്, പിന്നെ 40 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിലെ സ്കോറ്, പിന്നെ ഒരു 20 മാർക്ക് നിങ്ങളുടെ CE സ്കോർ. അങ്ങനെ 120 സ്കോർ ഉണ്ടാവും. ഈ 120 സ്കോറാണ് ഇൻഡെക്സ് മാർക്ക് 3 വിഷയത്തിലേതും പരിഗണിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ 3 വിഷയവും കൂടി 360 വരിക. ഈ 360 ലഭിച്ച സ്കോറിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതായത് CBSE വിദ്യാർത്ഥികളാണെങ്കിൽ ഓരോ വിഷയവും 100-ൽ തന്നെയാണുള്ളത്. അവർക്ക് കൺവേർഷനൊന്നും ആവശ്യമില്ല. കേരള +2 പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 120 വരുന്നത് കൊണ്ട് അത് 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. ടോട്ടൽ 360 ആയതുകൊണ്ട് അത് 300ലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 വിഷയത്തിലും നിങ്ങൾക്ക് ലഭിച്ച സ്കോർ, +2 റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ ടോട്ടൽ ചെയ്യുക. ആദ്യം നിങ്ങൾ ടോട്ടൽ ചെയ്യേണ്ടതാണ്. എന്നിട്ട് 1.2 കൊണ്ട് ഹരിക്കുക. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് 3 വിഷയത്തിലും ലഭിച്ച ടോട്ടൽ സ്കോറിനെ നിങ്ങൾ 1.2 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ഈ ഒരു ഇൻഡെക്സ് മാർക്കാണ് നിങ്ങളുടെ റാങ്കിനെ, നിങ്ങൾക്ക് ഏത് റാങ്ക് തരണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ഒരേ ഇൻഡെക്സ് വരുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ ആർക്കെങ്കിലും മുൻഗണന നൽകേണ്ടി വരും. അതിനുവേണ്ടി പരിഗണിക്കുന്നത് ഒരേ ഇൻഡെക്സാണ് വരുന്നത് എങ്കിൽ ആർക്കാണ് കൂടുതൽ ബയോളജിയിൽ സ്കോർ ഉള്ളത് എന്നാണ് നോക്കുക. ബയോളജിയിൽ കൂടുതൽ സ്കോറുള്ള ആൾക്ക് റാങ്കിൽ മുന്നിലെ സ്ഥാനം നൽകും. അത് നോക്കിയിട്ടും തുല്യമാണ് എങ്കിൽ, രണ്ടുപേർക്കും ബയോളജിയിൽ ഒരേ സ്കോറാണ് എങ്കിൽ പിന്നെ നോക്കുന്നത് കെമിസ്ട്രിയിൽ ആർക്കാണ് കൂടുതലെന്നാണ്. അതിലും തുല്യമാണ് എങ്കിൽ പിന്നെ നോക്കുന്നത് ഫിസിക്സിൽ ആർക്കാണ് കൂടുതൽ എന്ന്. ഇതൊക്കെ നോക്കിയിട്ടും തുല്യമാണ് എങ്കിൽ പിന്നെ പരിഗണിക്കുന്നത് ടോട്ടൽ സ്കോറാണ്. +1 +2 ടോട്ടൽ സ്കോർ 1200-ൽ ആർക്കാണ് കൂടുതൽ സ്കോർ ഉള്ളത് എന്ന്. അപ്പോൾ ടോട്ടൽ സ്കോറിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് LBS സെൻറ്റർ വെബ്സൈറ്റ് വഴിയുള്ള അഡ്മിഷന്. അപ്പോൾ ടോട്ടൽ സ്കോർ ആർക്കാണ് കൂടുതൽ ഉള്ളത് അവർക്ക് റാങ്കിൽ മുന്നിലെ സ്ഥാനം നൽകും. പിന്നെ പരിഗണിക്കുന്നത് ഇംഗ്ലീഷിൽ ആർക്കാണ് കൂടുതൽ സ്കോർ ഉള്ളത് എന്ന് നോക്കും. ടോട്ടൽ സ്കോറും തുല്യമായി വരികയാണ് എങ്കിൽ ഇംഗ്ലീഷിൽ ആർക്കാണ് കൂടുതൽ സ്കോർ ഉള്ളത് നോക്കും. പിന്നെയും തുല്യമാണ് എങ്കിൽ ആർക്കാണ് വയസ്സ് കൂടുതൽ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നോക്കുക. വയസ്സ് കൂടുതലുള്ള ആൾക്ക് റാങ്കിൽ മുന്നിലെ സ്ഥാനം നൽകും. ഇങ്ങനെയാണ് റാങ്ക് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ടൈ ബ്രേക്കിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ഈ ഒരു രീതി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏറെക്കുറെ ഓരോ കോളേജിൻ്റെയും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം, നിങ്ങളുടെ +2 റിസൾട്ട് വരണം, അതിനുശേഷമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ആ ഒരു ഇൻഡെക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ കോളേജിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും അധികവും. അത് പ്രകാരം
ആ ഒരു വിഭാഗത്തിൽ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടതാണ്. ഈ ഒരു മെത്തേഡിലല്ലാതെ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്ക് ഓരോ വിഭാഗത്തിലും അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യവും വിശദീകരിക്കാം. പക്ഷെ അതിന് അല്പം ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. ഓരോ കോളേജിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റണം. അതിനുശേഷം അത് സോർട്ട് ചെയ്യണം. അപ്പം സമയക്കുറവ് കൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാതിരുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും അതുപോലെ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴി അറിയിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ ഇൻഡെക്സ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ടൈ ബ്രേക്കിംഗ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതല്ല. ടൈ ബ്രേക്കിംഗ് കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം LBS എന്ത് ചെയ്യും? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഈ ഓരോ കോളേജിൻ്റെയും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഏറെക്കുറെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എവിടെ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരുപാട് കോളേജുകളുണ്ട്. ഇവിടെ കോളേജുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ് കോളേജുകൾ എടുക്കുകയാണ് എങ്കിൽ ഗവൺമെൻറ് കോളേജ് ആലപ്പുഴ ഞാൻ എടുക്കുകയാണ് എങ്കിൽ അവിടെ കൂടിയ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾ 300 തന്നെ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അധികവും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ചില റിസർവേഷൻ വിഭാഗത്തിൽ മാത്രമാണ് കുറഞ്ഞ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചതായിട്ട് കാണുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കോളേജ് നിങ്ങൾ ഓപ്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ഓരോ കോളേജിലും കയറി നിങ്ങൾക്കുള്ള ഇൻഡെക്സ് വരുന്ന രീതിയിൽ ആർക്കെങ്കിലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയാണ് ഓരോ വർഷവും തുടർ വർഷങ്ങളിലും അഡ്മിഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. ഇനി നമുക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഇൻഡെക്സ് പ്രകാരം ഏത് റാങ്ക് ആയിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്ന ഒരു വിഷയത്തിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെബ് പേജിലെ റാങ്ക് ലിസ്റ്റ് എന്നൊരു ലിങ്ക് കാണാം. ഈ റാങ്ക് ലിസ്റ്റ് ആ ഒരു ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 റാങ്ക് ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ആ 4 റാങ്ക് ലിസ്റ്റുകൾ, ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് 1 നഴ്സിംഗ് ഉൾപ്പെടെ 12 കോഴ്സുകൾക്കുള്ളതാണ്. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് BASLP ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന കോഴ്സിന് വേണ്ടി മാത്രമുള്ളത്. പിന്നെ 2 റാങ്ക് ലിസ്റ്റുകൾ കൂടെ കാണാം. അത് ചില കോഴ്സുകളിൽ മാനേജ്മെൻറ്റ് സീറ്റുകളിലെ അഡ്മിഷൻ LBS വഴി നടത്തുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ചില കോളേജുകൾ മാത്രം നടത്തുന്നത് അതിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളാണ്. ഞാനിവിടെ ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് സെലക്ട് ചെയ്തു. നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ വരുന്ന റാങ്ക് ലിസ്റ്റാണ്. അതിൽ ഏത് കോട്ടയിലെ റാങ്ക് ലിസ്റ്റാണ് കാണേണ്ടത് എന്ന് താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കൂടിയുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് കാണാം. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷൻ വിഭാഗത്തിലാണ് എങ്കിൽ, മുസ്ലിം, ഈഴവ ഏതെങ്കിലും ഒരു റിസർവേഷൻ വിഭാഗത്തിലുള്ളവരാണ് എങ്കിൽ ആ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ മാത്രം ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് കാണാം. ആ ഒരു റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് കാണാം. ഇവിടെ ഏറ്റവും നല്ലത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാകും. അവരുടെ സ്കോർ അനുസരിച്ച് അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നതാണ്. അതേസമയം മറ്റ് റിസർവേഷൻ റാങ്ക് ലിസ്റ്റിൽ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാകില്ല. ആ ഒരു റിസർവേഷൻ വിഭാഗത്തിൽ വരുന്നവർ മാത്രമാണ് ഉണ്ടാവുക. ഞാനിവിടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ഷോ എന്ന ഐക്കണിൽ പ്രസ് ചെയ്തു. അപ്പോൾ താഴെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കാണ് തുടക്കത്തിൽ നൽകിയിട്ടുള്ളത്. 300 തന്നെ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്കുള്ള റാങ്ക് ഏറ്റവും അവസാന കോളത്തിൽ നൽകിയിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പേജുകളായിട്ടാണ്, പേജ് 1, 2, 3 എന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് റിസൾട്ട് വന്നതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത്
നിങ്ങളുടെ ഇൻഡെക്സ് വരുന്ന പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. നിങ്ങൾക്ക് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ആ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ഞാനിവിടെ ഓരോ നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 297.5 ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിയുടെ പേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ വിദ്യാർത്ഥിക്കുള്ള റാങ്ക് 2001 റാങ്കാണ്. 297.5 ഇൻഡെക്സുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, കാണാവുന്നതാണ്. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ വ്യത്യസ്ത റാങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ടൈ ബ്രേക്കിങ്ങിൻ്റെ നമ്മൾ നേരത്തെ വിശദീകരിച്ച ടൈ ബ്രേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. നിങ്ങൾക്കറിയുന്നതാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കുള്ള ഇൻഡെക്സ് നൽകിയിരിക്കുന്ന പേജിലേക്ക് എത്തിച്ചേർന്ന്, റാങ്ക് ലിസ്റ്റിലെ പേജിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഏത് റാങ്ക് ലഭിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ LBS, BSc നഴ്സിംഗ് അതുപോലെ മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് നൽകുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.